أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولي الألباب عن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه. പ്രിയ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഈ പാഠ്യപദ്ധതി നിങ്ങൾക്ക് എത്തിച്ചേരുകയോ ഇതിനെക്കുറിച്ച് വിവരം നൽകുകയോ ചെയ്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രപഞ്ച സൃഷ്ടാവും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഖുർആൻ പഠന അക്കാദമി കേരളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അക്കാദമിയുടെ ഡയറക്ടറും സൗദി അറേബ്യയിൽ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറുമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അബ്ദുൽ അസീസ് അബ്ദുൾ റഹീം ഇംഗ്ലീഷ് ഭാഷയിൽ ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ദ ഈസി വേ എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷയിലുള്ള ഖുർആൻ പഠനം ലളിതമാർഗത്തിൽ എന്ന ഹ്രസ്വ കോഴ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മുബാറക്, അഭിനന്ദനങ്ങൾ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇവിടെ സന്നിഹിതരാകുവാനും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ വിഷയത്തിൽ എൻ്റെ സ്ഥാനം പണ്ഡിതന്മാരുടെയും സാധാരണ ജനങ്ങളുടെയും മധ്യയാണ്. അതായത് ഞാൻ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്ത് സ്വാദിലെ 29-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബ്, ഗ്രന്ഥം. അൻസൽനാഹു, നാം ഇതിനെ ഇറക്കിയിരിക്കും. ഇലൈക, താങ്കളിലേക്ക്, അല്ലയോ പ്രവാചകരെ. മുബാറക്കുൻ, അനുഗ്രഹീതമായിക്കൊണ്ട്. ലിയദ്ദബ്ബറു ആയാതിഹി, ഇതിലെ സൂക്തങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതിനും. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ പാഠം ഉൾക്കൊള്ളേണ്ടതിനും വേണ്ടി. ഈ പുസ്തകത്തിലുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിലെ വാചകങ്ങളുമായി പരിചിന്തിക്കുന്നത്? ഹദീസും ഖുർആൻ പഠനത്തിൽ ഊന്നൽ നൽകുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖൈറുക്കും, നിങ്ങളിൽ ശ്രേഷ്ഠർ. മൻ, ആരാണോ, തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നത്, വഅല്ലമഹു, അവയെ പഠിപ്പിക്കുന്നത്. അതായത് ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ശ്രേഷ്ഠർ. ഈ കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് മുകളിൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തെ സഹായിക്കാനാണ്. ഖുർആൻ പഠനം വളരെ ലളിതവും രസകരവുമാക്കുക എന്നുള്ളതാണ് ഖുർആൻ പഠന അക്കാദമിയുടെ ലക്ഷ്യം. ഭാഷാ പഠനം, ഉപഭാഷാ പഠനം, മസ്തിഷ്കം, ഓർമ്മ തുടങ്ങിയവയിൽ ഗവേഷണം നടത്തി രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ കോഴ്സ്.
ഖുർആൻ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഏവർക്കും മാർഗദർശിയായ ഈ ഗ്രന്ഥം സംസാരിക്കുന്നത് ബുദ്ധിയോടാണ്, അല്ലെങ്കിൽ ഹൃദയത്തോടാണ്. ഖുർആൻ അന്യഭാഷയായ അറബിയിലായതിനാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന മിഥ്യാധാരണയാണ് പൊതുവെയുള്ളത്. അതിനുള്ള കാരണം ഖുർആൻ പഠനം വളരെ ലളിതമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ ഉണർത്താറില്ല എന്നുള്ളതാണ്. എന്നാൽ വളരെ എളുപ്പം പഠിക്കാൻ കഴിയുന്ന ഭാഷയാണ് അറബി. ഉദാഹരണത്തിന്, ദറസ അവൻ പഠിച്ചു, യദ്രിസു അവൻ പഠിക്കുന്നു. അതിൻ്റെ മസ്ദറാണ് ദറസ്, പഠിത്തം അല്ലെങ്കിൽ പഠിക്കുക. ദാരിസ് പറഞ്ഞാൽ പഠിക്കുന്നവൻ അഥവാ വിദ്യാർത്ഥി. മുദരിസ് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവൻ അഥവാ അധ്യാപകൻ. മദ്രസ പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം, വിദ്യാർത്ഥികൾ എന്ന് തുടങ്ങി മസ്ദർ ക്രിയാധാതു നമ്മൾക്ക് കിട്ടിയാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പരമാവധി വാക്കുകൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ മലയാള ഭാഷയിലേക്ക് വന്നാൽ പഠിക്കുന്നവന് വിദ്യാർത്ഥി, പഠിപ്പിക്കുന്നവന് അധ്യാപകൻ, പഠിക്കുന്ന സ്ഥലം വിദ്യാലയം, പഠിക്കുന്ന ഗ്രന്ഥം പുസ്തകം എന്ന് വിവിധ പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഖുർആനിൽ വളരെ എളുപ്പമാണ്. ഒരു മസ്തർ അല്ലെങ്കിൽ ക്രിയാധാതുവിൽ നിന്ന് ഈ പദങ്ങളെല്ലാം, അതുമായി ബന്ധപ്പെട്ട എല്ലാ പദങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ വ്യാകരണത്തിൽ കാലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലം പാസ്റ്റ് ടെൻസ്, നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലം പ്രസൻറ്റ് ടെൻസ്, സംഭവിക്കാൻ പോകുന്നത് ഭാവി കാലം ഫ്യൂച്ചർ ടെൻസ് എന്നീ വിവിധ ഭാഷകളിൽ, നാം അറിയപ്പെടുന്ന ഭാഷകളിൽ 3 കാലങ്ങളെക്കുറിച്ചാണ് പഠിക്കാറുള്ളത്. എന്നാൽ അറബിയിൽ കഴിഞ്ഞുപോയ കാലത്തെ ഫെൽ മാലി എന്ന് പറയുന്നു, പൂർണ്ണകാലം. വർത്തമാനകാലത്തേക്കും ഭാവി കാലത്തിനു വേണ്ടി അല്ലെങ്കിൽ അപൂർണകാലത്തിനു വേണ്ടി ഫെൽ മുലാരിയ, അങ്ങനെ ഫെൽ മാലി ഫെൽ മുലാരിയ എന്നീ 2 കാലങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ എളുപ്പമല്ലേ അറബി? ഭൂരിഭാഗം ജനങ്ങളും അനറബികളായതുകൊണ്ട് അള്ളാഹു ഈ ഖുർആൻ വളരെ എളുപ്പമുള്ളതാക്കി. സൂറത്ത് ഖമറിൽ 17-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ചോദിക്കുകയാണ്, വലഖദ് തീർച്ചയായും, യസ്സർന നാം എളുപ്പമാക്കി, അൽ ഖുർആൻ ഖുർആന്, ലിദ്ദിക്ർ ഓർക്കാനും മനസ്സിലാക്കാനും വേണ്ടി. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഫഹൽ അതിനാൽ ഉണ്ടോ, മിൻ മുദ്ദക്കിർ ഇത് ഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ളത് നേരിട്ടുള്ള അർത്ഥസഹിതം പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു നമ്മളോട് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഖുർആൻ വ്യാഖ്യാനം അഥവാ വിശദീകരണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പല തഫ്സീറുകൾ മുഖേന മനസ്സിലാക്കാൻ കഴിയും. രക്ഷിതാക്കളിൽ നിന്നും മതപണ്ഡിതന്മാരിൽ നിന്നും ലഭിക്കേണ്ട മാർഗനിർദ്ദേശത്തിൻ്റെ അപര്യാപ്തത നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കന്മാർ, ഇന്നത്തെ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള ചുറ്റുപാടുകളിലും ന്യൂസ് പേപ്പർ, TV, സിനിമ, മദ്യം, മയക്കുമരുന്ന് മുതലായവയിലും കുടുങ്ങിക്കിടക്കുകയാണ്. ഖുർആനെക്കുറിച്ചുള്ള അജ്ഞത അവരെ ദീനിനെക്കുറിച്ചും ഖുർആനെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസമില്ലായ്മയിലേക്കും ആശങ്കയിലേക്കും നയിക്കുന്നു. അവരെ ഖുർആനുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടുവാൻ അവർ പ്രാപ്തരാകും. അങ്ങനെ അവരിലേക്ക് ഖുർആൻ്റെ സന്ദേശം എത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ അവർ യഥാർത്ഥ മാർഗത്തിലാവും. അത് മുഖേന അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാനും കഴിയും. ഈ ഹ്രസ്വ കോഴ്സ് തെളിയിക്കുന്നത് അറബി പഠനം അല്ലെങ്കിൽ ഖുർആൻ പഠനം വളരെ എളുപ്പമുള്ളതും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതുമാണ്. ഉദാഹരണത്തിന്, സ്വർണ്ണഖനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ
ഞാൻ പട്ടിണിയിലാണ് എന്ന് പറയുന്നത് തുല്യമാണ് എനിക്കായതിന് കഴിയില്ല എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയോട് 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചയ കാലയളവിനുള്ളിൽ ഒരു കോഴ്സ്, ഡിപ്ലോമയോ പോസ്റ്റ് ഗ്രാജുവേഷനോ അതുപോലുള്ള എന്തെങ്കിലും 2 വർഷ കോഴ്സ് പാസ്സായാൽ നിങ്ങൾക്ക് ജോലി കയറ്റവും ശമ്പള വർധനയും കമ്പനി ഉടമ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചും നമ്മൾ അവ നേടിയെടുക്കും, അല്ലേ? എന്തുകൊണ്ട് ഇഹപര വിജയം നൽകുന്ന ഈ പരിശുദ്ധ ഖുർആൻ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൂടാ? അൽഹംദുലില്ലാ, മുസ്ലിങ്ങൾക്കിടയിലും അറബികളല്ലാത്ത അമുസ്ലിങ്ങൾക്കിടയിലും ഖുർആൻ മനസ്സിലാക്കാനുള്ള അതിയായ താല്പര്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നുണ്ട്. ആദ്യകാലത്ത് അറബി അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സുകളിൽ ഖുർആനിലെ ഏതെങ്കിലും അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് അറബി വ്യാകരണത്തിൻ്റെ അടിത്തട്ടുകളിലേക്ക് പോകാറുണ്ട്. അനന്തരഫലമായി അത്തരം ക്ലാസ്സുകളിൽ നിന്നും വൻതോതിൽ കൊഴിഞ്ഞു പോക്കുണ്ടാകാനിടയായി. എന്നാൽ അടുത്ത കാലത്തായി ഖുർആനിലെ പദാനുപത തർജ്ജമയുടെ ഒരു പുതിയ പ്രവണത ആവിർഭവിക്കുകയുണ്ടായി. അറബി ഭാഷയിൽ കാര്യമായ പരിജ്ഞാനമില്ലാത്തവർക്ക് ഈ സമീപനം വളരെ ലളിതവും രസകരവുമായി തീരുന്നു. എളുപ്പമായ മാർഗത്തിൽ ഖുർആനിലെ പദാനുപത പഠനത്തിന് പഠിതാക്കളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വെല്ലുവിളി. ഈ വെല്ലുവിളിയെ അതിജീവിക്കാനാണ് ഈ കോഴ്സ് ശ്രമിക്കുന്നത്. ഈ ലഘു പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങൾ: ഖുർആൻ പഠിക്കുന്നത് എളുപ്പമാണെന്ന് ബോധ്യപ്പെടുത്തുക, ഖുർആൻ ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും പാരായണം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക, ഖുർആനോട് പ്രതികരിക്കാൻ, അതായത് അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുക, ഫലപ്രദമായി നമസ്കരിക്കുക, പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുക. ഈ പാഠപരമ്പരയിലെ അമൂല്യമായ മുഖലക്ഷണങ്ങൾ ഇവയാണ്: സാധാരണ ഉപയോഗിക്കാറുള്ള അറബി സംസാര ഭാഷ, ലളിതവൽക്കരിച്ച വ്യാകരണ ഭാഗം, ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുകളും മറ്റും ഈ കോഴ്സിൽ ഉൾക്കൊള്ളുന്നു. ഏകദേശം 25 മുതൽ 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സ് നിങ്ങളെ ഖുർആനിൽ ഏകദേശം 55,000 പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന 300 പദങ്ങൾ മറ്റ് വാക്കുകളോടൊപ്പം ഈ സെഷനുകളിലെ പദസമ്പത്ത് ഉപയോഗിച്ച് പഠിക്കാനും സഹായിക്കും. ഇവ ഖുർആനിലെ മൊത്തം 86,000-ൽ പരം പദങ്ങളുടെ 70% വരുന്നു. ഈ കോഴ്സ് പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നൽ നൽകുന്നു. ഒന്ന്, നമസ്കാരത്തിലും മറ്റുമായി സാധാരണ പാരായണം ചെയ്യുന്ന സൂക്തങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി പഠനം ആരംഭിക്കുന്നു. 2, ലളിതവൽക്കരിച്ച നൂതന രീതിയിൽ വ്യാകരണം അഭ്യസിക്കുന്നു. TPI, ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ, പൂർണ്ണ ശാരീരിക പങ്കാളിത്ത പഠന രീതി. 3, ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന പരമാവധി പദങ്ങൾ അർത്ഥസഹിതം പഠിക്കാൻ അവസരം ലഭിക്കുന്നു. ഈ കോഴ്സ് പൂർത്തിയാകുമ്പോൾ ഖുർആനിലെ അല്ലെങ്കിൽ മുസ്ഹഫിലെ ഓരോ വരിയുടെയും പൂർണ്ണമായ അർത്ഥങ്ങൾ 2 അല്ലെങ്കിൽ 3 പദങ്ങൾ ഒഴികെ പഠിക്കാൻ കഴിയുന്നു. ഈ കോഴ്സിൽ 60 അധ്യായങ്ങളുണ്ട് അല്ലെങ്കിൽ സെഷനുകളാണ് ഉള്ളത്. കൂടാതെ വർക്ക് ബുക്ക്, പദാവലിക്കുറിപ്പ്, വ്യാകരണ പട്ടികകൾ, ചാർട്ടുകൾ, മറ്റ് പഠന സാമഗ്രികളും ഇതിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ പഠന രീതി 30 മിനിറ്റ് ദൈർഘ്യമുള്ള 60 സെഷനുകൾ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു പറഞ്ഞു. ഓരോ ഭാഗത്തിലും പ്രത്യേകിച്ച് സെഷൻ 60 മുതൽ 50 ഒഴികെ അപ്പോൾ പുനഃപരിശോധനയാണ്. ആമുഖമായി ഒരു ഹദീസ് വായന, തർജ്ജമ മാത്രം, പരമാവധി 2 മിനിറ്റ് സമയം.
ശേഷം കോഴ്സിൻ്റെ പ്രധാന ഭാഗമായ അറബി സംസാര ഭാഷ 3 മിനിറ്റ് സമയം പരമാവധി. രണ്ടാമത് വ്യാകരണ ഭാഗം 5 മുതൽ 7 മിനിറ്റ് സമയം വരെ. 3 പ്രധാന അഭ്യാസമായ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് 12 മിനിറ്റ്. ആ സെഷൻ്റെ അവസാനം പഠന പ്രോത്സാഹന കുറിപ്പുകൾ, പഠനത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ അതിന് സഹായകരമായ ഒറ്റമൂലികൾ 1 മിനിറ്റ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോഴ്സിലെ സെഷൻ 1 മുതൽ 29 ദിനം പ്രതി പാരായണം ചെയ്യുന്നവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയും അവസാനത്തെ 10 സൂറകളും കൂടാതെ നമസ്കാരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പലതരത്തിലുള്ള പ്രാർത്ഥനകൾ എന്നിവയും 1 മുതൽ 29 ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സെഷൻ 30 മുതൽ 42 ഇടയ്ക്കിടെ വരുന്ന പാരായണങ്ങളാണ് ഉള്ളത്. ഇത് മുഖേന ഉദ്ദേശിക്കുന്നത് സമയാസമയങ്ങളിലുള്ള പാരായണങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഖുർആനിൻ്റെ. വാസ്തവത്തിൽ ഇവയിൽ ചിലത് ദിവസേന പാരായണം ചെയ്യണമെന്ന് ഹദീസുകൾ ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു. ഉദാഹരണം, സൂറത്ത് ബഖറയിലെ 1 മുതൽ 10 വരെ ആയത്തുകൾ, 255 മുതൽ 257 വരെയുള്ള ആയത്തുകൾ, 284 മുതൽ 286 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് ഹഷറിലെ 18 മുതൽ 24 വരെയുള്ള ആയത്തുകൾ, കൂടാതെ സൂറത്തുൽ ഖാരിയ, സൂറത്ത് തക്കാസുർ, സൂറത്ത് അൽ അസർ, സൂറത്തുൽ ഹുമസ എന്നിവയും ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെഷൻ 43 മുതൽ 50 ചില അധികമായ ഖുർആൻ്റെ വിവിധ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഖുർആൻ വാക്യങ്ങളും 2 ഹദീസുകളും ഉൾക്കൊള്ളുന്നു. സെഷൻ 51 മുതൽ 60 പുനഃപരിശോധനയാണ്. ഓരോ സെഷനിലും അറബി ഭാഷയിൽ നിന്നുള്ള 1-2 വാചകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ആദ്യ ഭാഗത്തിൽ ഉത്സാഹത്തോടുകൂടി ഒരു പുതിയ ഭാഷ പഠിക്കാൻ അനുകൂലമായ മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാചകങ്ങൾ നവവിദ്യാർത്ഥികൾക്ക് നല്ലൊരു തുടക്കം നൽകുന്നു. ഈ വാചകങ്ങൾ ഉപയോഗിച്ച ഭൂരിഭാഗം വാക്കുകളും ഖുർആനിൽ നിന്നുള്ളവയാണ്. അറബി വ്യാകരണം പഠിക്കുന്നതിന് ഒരു പക്ഷേ ഇത്രയും ലളിതമായ രീതി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായി കാണാനിടയില്ല. വ്യാകരണത്തിനുള്ള പുതിയൊരു സമീപനം, അതാണ് TPI, ടോട്ടൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ, പൂർണ്ണ ശാരീരിക പങ്കാളിത്തം. ആലോചിക്കുക, കാണുക, കാണിക്കുക, പറയുക, അനുഭവിക്കുക. ഇവിടെ ശരീരഭാഗങ്ങളും മസ്തിഷ്കവും പൂർണ്ണ പങ്കാളികളാവുന്നു. അറബി ഭാഷയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പഠന ഭാഗമായ ഫഅല പട്ടിക വളരെ പ്രായോഗികവും പ്രയാസരഹിതമാക്കുന്നതിന് TPI വളരെ സഹായകരമാകുന്നു. ഈ ഭാഗമാണ് സാധാരണ ജനങ്ങൾ അറബി പഠിക്കാൻ വിമുഖത കാണിക്കുന്നത്. എന്നാൽ TPI ഈ പ്രയാസം ഇല്ലായ്മ ചെയ്ത് വ്യാകരണ പഠനം ഉല്ലാസവും രസകരവുമാക്കുന്നു. ഉദാഹരണം, ഫഅല ഫഅലു, ഫഅൽത ഫഅൽതും, ഫഅൽതു ഫഅൽന, യഫ്അലു യഫ്അലൂൻ, തഫ്അലു തഫ്അലൂൻ, അഫ്അലു നഫ്അലു, ഇഫ്അൽ ഇഫ്അലു, ലാ തഫ്അൽ ലാ തഫ്അലു, ഫാഇൽ മഫൂൽ ഫഅൽ. നാം ഇവിടെ ഊന്നൽ നൽകുന്നത് ഖുർആൻ പഠനത്തിനാണ്, അല്ലാതെ അറബി ഭാഷ പഠനത്തിനല്ല. എന്തെന്നാൽ അവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാഷാ പഠനം 2 ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്: സ്വീകരണവും നിർമ്മാണവും. സ്വീകരണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കലും വായനയും. നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തും സംസാരവും. ഖുർആൻ പഠനത്തിന് ഒരു ഘട്ടമേ ഉള്ളൂ, അതായത് സ്വീകരണം, ശ്രദ്ധിക്കുക, വായിക്കുക. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനം വളരെ എളുപ്പമാണ്. കൂടാതെ ആയതിൽ അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാകും. ഖുർആൻ പഠനത്തിന് നാം ഇവിടെ തർജിമയാണ് അവലംബിക്കുന്നത്.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സർഫ് അഥവാ പദനിർമ്മാണത്തിൽ, അല്ലാതെ നെഹ്വ് അഥവാ വാചക നിർമ്മാണത്തിനല്ല ഊന്നൽ നൽകുന്നത്. എന്തെന്നാൽ നാം അറബി അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നത് തർജ്ജിമയിലൂടെയാണ്. അതുകൊണ്ട് നമുക്ക് നെഹ്വിൽ കൂടുതൽ ഊന്നൽ നൽകേണ്ടതില്ല. ഉദാഹരണത്തിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു സർവസ്തുതിയും, ലില്ലാഹി അള്ളാഹുവിനാകുന്നു, റബ്ബ് രക്ഷിതാവ്, അൽ ആലമീൻ ലോകങ്ങളുടെ. ഈ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കതിൻ്റെ വാചകം ഉണ്ടാക്കാൻ കഴിയും. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അതുകൊണ്ട് നെഹ്വിൽ അല്പം ഊന്നലും സർഫിൽ കൂടുതൽ ഊന്നലുമാണ് നൽകുന്നത്. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന, യജ്അലു യജ്അലൂൻ, തജ്അലു തജ്അലൂൻ, അജ്അലു നജ്അലു, ഇജ്അൽ ഇജ്അലു, ലാ തജ്അൽ ലാ തജ്അലു, ജാഇൽ മജൂൽ ജഅൽ. ഒരിക്കൽ ഈ പദങ്ങളുടെ അർത്ഥവും രൂപങ്ങളും അറിഞ്ഞാൽ മറ്റ് പദങ്ങളുടെ അർത്ഥവും രൂപങ്ങളും അഥവാ പദനിർമ്മാണവും അറിയാൻ കഴിയും. മസ്ദറിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മറ്റെല്ലാ ഈ രൂപങ്ങളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഊന്നൽ നൽകുന്നത് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജിമയാണ്, അല്ലാതെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്കല്ല. ഖുർആനിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന അവ്യയങ്ങളും ക്രിയകളും നാമങ്ങളും ധാരാളം ഉദാഹരണ സഹിതം ഈ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഏത് സൂക്തം പഠിക്കുന്നവർക്കും ഇതിലെ അടിസ്ഥാന പാഠങ്ങൾ പ്രയോജനപ്പെടും. വിവിധ തരം ക്രിയകളുടെ ലിംഗവചന ഭേദങ്ങൾ, ഏകവചനം, ബഹുവചനം, പുല്ലിംഗം, സ്ത്രീലിംഗം വേർതിരിച്ചു മനസ്സിലാക്കുന്നതാണ് പല പഠിതാക്കൾക്കും ഏറെ പ്രയാസകരമായി അനുഭവപ്പെടുന്നത്. ഈ കോഴ്സിൽ അവ പരമാവധി ലളിതവൽക്കരിച്ചിരിക്കുന്നു. മസ്തിഷ്കത്തെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ പറയുന്നത് മാതൃഭാഷ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളതാണ് ഉപഭാഷ അഥവാ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. നമ്മുടെ മസ്തിഷ്കം എങ്ങനെയാണ് പുതിയ പദം അല്ലെങ്കിൽ ഭാഷ പഠിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ മസ്തിഷ്കത്തിൽ 1 ട്രില്യണിൽ പരം കോശങ്ങളുണ്ട്. അതിൽ 5% മാത്രമേ നാം സാധാരണ ഉപയോഗിക്കാറുള്ളൂ, ഏറ്റവും വലിയ ബുദ്ധിജീവികളടക്കം. ഓരോ പുതിയ പദങ്ങൾ പഠിക്കുമ്പോഴും, ഉദാഹരണത്തിന് മേശ, കസേര, പേന, ഫാൻ, ചുമര്, കുട, ക്യാമറ ഇത്യാദി പദങ്ങൾ പഠിക്കുമ്പോൾ അവ ഓരോ കോശങ്ങളിലായല്ല ശേഖരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത്. പകരം മസ്തിഷ്ക കോശങ്ങൾ പരസ്പരം സഹകരിച്ച് കൂടിച്ചേർന്നാണ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് ഫഅല അവൻ ചെയ്തു എന്ന് പഠിക്കുമ്പോൾ ഒരു പ്രത്യേക ദിശയിലുള്ള കോശങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. ഉദാഹരണത്തിന് മേഘാവൃതമായ ആകാശത്ത് ഇടിമിന്നലുണ്ടാകുമ്പോൾ സംഭവിക്കാറുള്ളത് പോലെ പല കണക്ഷനുകൾ ഉണ്ടാകുന്നു. ഫഅല ശബ്ദം ഒരു കണക്ഷൻ, ഫഅല അതിൻ്റെ ആകൃതി, അക്ഷരങ്ങളുടെ ആകൃതി വേറെ കണക്ഷൻ, ആ ഫഅല എഴുതിയ രൂപം, നിറം വേറെ കണക്ഷൻ, വസ്തുവിന് മണമുണ്ടെങ്കിൽ മണം, അതുമായി ബന്ധപ്പെട്ട കഥകൾ, വികാരങ്ങൾ മുതലായ കാര്യങ്ങൾ പല കണക്ഷനുകളായാണ് രേഖപ്പെടുത്തുന്നത് മസ്തിഷ്കത്തിൽ. അപ്രകാരം മസ്തിഷ്കത്തിൽ പല കണക്ഷനുകൾ അഥവാ ഫ്ലാഷുകൾ ഉണ്ടാകുന്നു. ആദ്യമായി തലച്ചോറിൽ എത്രത്തോളം ഫ്ലാഷുകൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം മനഃപ്പാഠമാക്കാൻ അല്ലെങ്കിൽ ഓർക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ അവ തിരിച്ചെടുക്കാൻ എളുപ്പമാണ്, വീണ്ടും വീണ്ടും ഓർക്കാൻ എളുപ്പമാണെന്നർത്ഥം. അതിനാൽ വ്യാകരണം പഠിക്കാൻ TPI ഉപയോഗിക്കുന്നത് കഴിയുന്നത്ര ഫ്ലാഷുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിന്തിക്കുക, കാണുക, കാണിക്കുക, പറയുക, അനുഭവിക്കുക, മറ്റുള്ളവരോടൊപ്പം വായിക്കുക ഇത്യാദി കാര്യങ്ങൾ. ഇതിന് ഈ നൂതന സാങ്കേതിക പദ്ധതി
തയ്യാറാക്കാൻ സഹായിച്ച ചില പുസ്തകങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. ടോണി ബുസാൻ്റെ ബ്രെയിൻ എന്ന പുസ്തകം, ഡി ബോണോയുടെ ലാറ്ററൽ തിങ്കിങ്, കൂടാതെ പോസിറ്റീവ് തിങ്കിങ്, എഫക്റ്റീവ് ലിവിങ്, ടൈം ആൻഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് തുടങ്ങിയ ഗ്രന്ഥങ്ങളും, ഇന്ത്യ, പാകിസ്ഥാൻ, UK, USA എന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, പല ടീച്ചിങ് മോഡലുകൾ എന്നിവയെല്ലാം ഇതിന് അവലംബമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ കുടുംബത്തിൻ്റെയോ ഒരു സംഘമായി, ഒരു കൂട്ടായ്മയോടുകൂടി ഈ പഠന പരമ്പര ആരംഭിക്കണമെന്ന് ശക്തമായി നിർദ്ദേശിക്കുകയാണ്. പഠന പ്രക്രിയ ലളിതവും രസകരമാക്കുന്നതോടൊപ്പം ഘനത്വയും ക്രമവും നിലനിർത്താനും സംഘമായ പഠനം സഹായിക്കും. 25 മുതൽ 30 മിനിറ്റുള്ള 60 സെഷനുകളിലായി ഈ കോഴ്സ് ഉൾക്കൊള്ളുന്നു എന്ന് സൂചിപ്പിച്ചു. ഏതൊരു മുസ്ലിമും ദിവസത്തിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് തൻ്റെ ജീവിതമാകുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് പഠിക്കാൻ ചെലവഴിക്കണമെന്ന് ശക്തമായി അഭിലഷിക്കുകയാണ് ഞാൻ നിങ്ങളോട്. പുതിയ പദങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ഭാഷ പഠിക്കുകയാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ പതിയുന്നതിന് വേണ്ടി അവകളെ ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട്. ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടും പഠനം ലളിതമാക്കുന്നതിനും വേണ്ടിയാണ് 7 ഗ്രഹപാഠങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഭയപ്പെടേണ്ട, അവ തികച്ചും എളുപ്പവും പ്രായോഗികവുമാണ്. ഏത് പഠന പ്രക്രിയയിലെയും പ്രധാന ഘടകം എന്നതുപോലെ ഈ ഗ്രഹപാഠങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പഠനത്തോടുള്ള നല്ല മനോഭാവം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഖുർആൻ പഠിക്കുകയാണെന്ന തോന്നൽ പഠിതാക്കൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, ക്രിക്കറ്റ് കളിയോട് താല്പര്യമുള്ള ഒരാൾ തൻ്റെ ജോലി തിരക്കിനിടയിലും ഓരോ 1-2 മണിക്കൂറുകൾക്കിടയിൽ തൻ്റെ സുഹൃത്തുക്കളോട് മൊബൈലിലൂടെയും മറ്റും സ്കോറിനെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാറുണ്ട് അല്ലേ? 1 മണിക്കൂർ കഴിയുമ്പോൾ സ്കോർ എന്തായി അന്വേഷിക്കാൻ. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഖുർആൻ പഠിക്കുകയാണെന്ന ബോധത്തോടെ അത്തരം മനോഭാവം ശക്തിപ്പെടുത്തണം. പ്രസ്തുത നിലപാട് ഒഴിവ് സമയങ്ങളിൽ അവരെ ഈ ഗ്രഹപാഠങ്ങൾ നിർവഹിക്കുവാൻ സഹായിക്കും. 7 ഗ്രഹപാഠങ്ങൾ ഇവയാണ്. 1, ദിവസത്തിലാണ് പറയുന്നത്, 5 മിനിറ്റ് ഇവർ പഠിക്കുന്ന അധ്യായത്തിലെ പദാനുപത തർജ്ജമ പഠിക്കുക. 2, 5 മിനിറ്റ് മുസ്ഹഫ് ഉപയോഗിച്ചോ മറ്റോ ഖുർആൻ പാരായണം നടത്തുക. 3, നടത്തത്തിലോ മറ്റ് സാധാരണ പ്രവൃത്തി സമയങ്ങളിലോ ചുരുങ്ങിയത് 5 മിനിറ്റ് ഓർമ്മയിൽ നിന്നും ഖുർആൻ പാരായണം ശീലമാക്കുക. 4, പദാവലി സൂചിക, പദാവലി കുറിപ്പ് നിങ്ങളുടെ കീസയിലോ പേഴ്സിലോ കരുതി വയ്ക്കുക. ദിവസേന 5 തവണയെങ്കിലും, പ്രത്യേകിച്ച് നമസ്കാരത്തിന് മുമ്പോ പിമ്പോ അല്ലെങ്കിൽ മറ്റ് സൗകര്യപ്പെട്ട സമയങ്ങളിലോ അത് നോക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുക. ഈ കോഴ്സ് കഴിയുന്നത് വരെ ഈ പദാവലി സൂചിക എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അള്ളാഹുവുമായി ഒരു പ്രതിജ്ഞ ചെയ്യുക. ദിവസേനം പാരായണം ചെയ്യുന്നതായ ആദ്യത്തെ 29 അധ്യായങ്ങളിൽ നിന്നുള്ള പോസ്റ്റേഴ്സ് ഈ ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഈ ബുക്കിൽ നൽകിയിട്ടുണ്ട്. അവയിൽ ഒന്ന് പഠനമുറിയിലും മറ്റൊന്ന് ഊണുമേശയ്ക്കരികിലും, മൂന്നാമതൊരെണ്ണം ഫോട്ടോ കോപ്പി എടുത്തിട്ട് ജോലി സ്ഥലത്തിന് സമീപവും പതിക്കുക. അതിനുശേഷം എപ്പോഴാണ് നിങ്ങൾ അവയുടെ സമീപം ഉണ്ടാകുന്നത്, അപ്പോൾ നാം പഠിച്ചതായ അല്ലെങ്കിൽ പഠിക്കുന്നതായ അധ്യായത്തിലെ പ്രസക്തമായ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് പദങ്ങൾ പഠിക്കുക. 5, പ്രസ്തുത പാഠഭാഗത്തിലെ സൂറത്തുകൾ ഫറള് സുന്നത്ത് നമസ്കാരങ്ങളിൽ ദിവസേന ആവർത്തിക്കാൻ ശ്രമിക്കുക. 6, സംഘമായാണ് പഠിക്കുന്നതെങ്കിൽ ദിവസേന 1 മിനിറ്റ്, ഒരു ദിവസത്തിൽ 1 മിനിറ്റ് സഹപാഠികളുമായി ഫോണിലൂടെയോ നേരിട്ടോ പാഠഭാഗം ചർച്ചാ വിഷയമാക്കുക. 7, സാധ്യമെങ്കിൽ, കഴിയുന്ന കാര്യമാണ്, പ്രസ്തുത കോഴ്സിലെ പ്രധാന ഭാഗങ്ങൾ
നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. പദാനുപദ തർജിമ ഉൾപ്പെടെ ഓഡിയോ ടേപ്പിൽ പകർത്തി സന്ദർഭം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക. അവസാനമായി, നന്നായി പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ആമുഖമായി ഉദ്ധരിച്ച ഹദീസ് പൂർത്തീകരിക്കുകയുള്ളൂ. ഖൈറക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ആരാണോ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനാൽ നിങ്ങൾ എന്ത് പഠിച്ചുവോ അത് മറ്റുള്ളവരുമായി പങ്കിടുക. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഈ പദങ്ങളും അവയുടെ അർത്ഥങ്ങളും ദൃഢമായി പതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ 7 ഗ്രഹപാഠങ്ങളുടെയും, പ്രത്യേകിച്ച് പദാവലി സൂചിക, പോസ്റ്റേഴ്സ് എന്നിവയുടെ പുറകിലുള്ള ചൈതന്യം. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗ്രഹപാഠം എന്തെന്നാൽ, നിനക്ക് വേണ്ടിയും നിൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കോഴ്സിൽ ദൃഢചിത്തനായി മുന്നോട്ട് പോകുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. ഒപ്പം റബ്ബി സിദിനി ഇൽമൻ, റബ്ബി എൻ്റെ രക്ഷിതാവേ സിദിനി എനിക്ക് വർദ്ധിപ്പിക്കണമേ ഇൽമൻ വിജ്ഞാനം എന്നുള്ള ദുആയും. ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിനോട് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഖുർആൻ അവതരിച്ചത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാത്രിയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആ ദിവ്യ ഒരുപാടിനെക്കുറിച്ചുള്ള ആദ്യ ചുവടുവെപ്പ്. ഖുർആൻ സ്വയം പഠിക്കുന്നവർക്ക് ഒരു ഗൈഡ് എന്നതിന് പുറമെ പഠിതാക്കൾക്ക് പരമാവധി ഭാരം കുറച്ചുകൊണ്ട് പഠിക്കാവുന്ന വിധത്തിൽ ഖുർആൻ പാഠങ്ങൾ തയ്യാറാക്കുന്ന അധ്യാപകർക്ക് എന്ന നിലയിലും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ലഘുപാഠ്യ പദ്ധതിയുടെ നിയമങ്ങൾ സ്നേഹത്തോടും പുഞ്ചിരിയോടും ഉത്സാഹത്തോടും കൂടി പഠിക്കുക. ഇത് തീർത്തും ക്രിയാത്മക പങ്കാളിത്തത്തോടെയുള്ള ഒരു ലഘു പാഠ്യപദ്ധതിയാണ്. അതിനാൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും തുടർച്ചയായി പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുക. പൂർണ്ണ പങ്കാളിത്തത്തോടെയും മനസാന്നിധ്യത്തോടും അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തോടും ശ്രദ്ധിക്കുക. സംശയിക്കേണ്ട. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. അർ-റഹ്മാൻ കാരുണ്യവാൻ, അല്ലമ അവൻ പഠിപ്പിച്ചു അൽ ഖുർആൻ. സുവർണ നിയമങ്ങൾ ഓർക്കുക. കേൾക്കുന്നു, മറക്കുന്നു. കാണുന്നു, ഓർമ്മിക്കുന്നു. പ്രവർത്തിക്കുന്നു, പഠിക്കുന്നു. പഠിപ്പിക്കുന്നു, പാണ്ഡിത്യം നേടുന്നു അല്ലെങ്കിൽ ഉൽപ്പത്തി നേടുന്നു. ഖുർആനും നാമുമായിട്ടുള്ള ബന്ധം എന്താണ്? DPPR എന്ന് പറയും ചുരുക്കിയിട്ട്. ഡി പറഞ്ഞ ഡയറക്റ്റ്, നേരിട്ടാണത്. അള്ളാഹുവിൽ നിന്ന് നേരിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. നമസ്കാരത്തിൽ ഇമാം ഖുർആൻ ഓതുമ്പോൾ ഇമാം ഓതുന്നതായിട്ട് അല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അള്ളാഹു നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു എന്നൊരു ഉൾക്കൊള്ളേണ്ടത്. പേഴ്സണലാണ്, വ്യക്തിപരമാണത്. അള്ളാഹു എന്നോട് വ്യക്തിപരമായാണ് സംസാരിക്കുന്നത് ഓരോരുത്തരോടും എന്ന് ധാരണ നമുക്കുണ്ടാകണം. പ്ലാൻ, അടുത്ത പ്ലാൻഡ്, വിധിയാണത്. ഞാനിത് കേൾക്കണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ വിധിയാണ്. റെലവൻ്റ്, അനുയോജ്യമായവ നാം കേൾക്കേണ്ട സമയത്ത് തന്നെ നാം കേട്ടിരിക്കുന്നു. DPPR. ഇതിൻ്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ കഴിയും. DPPR. കാര്യങ്ങൾ ഗ്രഹിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ വിലയിരുത്തുക, പദ്ധതി ആസൂത്രണം ചെയ്യുക, പ്രബോധനം നടത്തുക. തദക്കുർ, തദബ്ബുർ. നമസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന മാത്രം മതിയാകുമോ? നമുക്ക് പോരാ. ഒരാൾ സ്വയം വിലയിരുത്തുകയും നാളേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുകയും വേണം. ഉദാഹരണത്തിന്, പരീക്ഷയിൽ തന്നെ ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടി പാഠഭാഗങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനയിൽ എത്രത്തോളം ആത്മാർത്ഥതയുള്ളവയാണ്? പ്രാർത്ഥനയും വേണം, ഒപ്പം നമ്മളതിനു വേണ്ടി ശ്രമിക്കുകയും വേണം എന്ന് ചുരുക്കം. തദക്കുർ, തദബ്ബുർ. തദക്കുർ പാഠം ഉൾക്കൊള്ളുക, തദബ്ബുർ ചിന്തിക്കുക.
ഇതാണ് ഈ പാഠ്യപദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ ഖുർആന് നമ്മളിൽ ചില അവകാശങ്ങളുണ്ട്. അതിൽ ഒന്ന്, അതിൽ വിശ്വസിക്കുക. ഒന്നാമത് അതിൽ വിശ്വസിക്കുക. 2, അത് പാരായണം ചെയ്യുക. 3, അത് മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. എന്നതിന് ശേഷം അതിലെ സൂക്തങ്ങളുമായി വാചകങ്ങളുമായി പരിചിന്തിക്കുക ബുദ്ധി ഉപയോഗിച്ച്. എന്നതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുക. അവസാനം അത് പ്രചരിപ്പിക്കുക. ഇത് ഖുർആന് നമ്മളിലുള്ള അവകാശമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇത് ഉപേക്ഷിക്കരുത്. റമദാൻ ഖുർആൻ്റെ മാസമാണ്. ഓരോ ദിവസവും നാം അതിനോട് കൂടുതൽ അടുക്കണം. നിങ്ങൾ സ്വയം പരാജയപ്പെടരുത്. സമയമില്ലെന്ന് ഒരിക്കലും പറയരുത്. നിങ്ങളുടെ ഒരു ദിവസത്തെ സമയത്തിൽ നിന്ന് അരമണിക്കൂർ ഏത് വിധേനയും മാറ്റിവെക്കുക. ഇത് കോഴ്സ് പൂർത്തിയാക്കുന്നവരെയെങ്കിലും അങ്ങനെ പ്രവാചകൻ്റെ ശിഷ്യനാകാൻ മറക്കരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.